Hello everyone, welcome to BTech MEDC. ഇന്നത്തെ സെഷനിൽ ലോജിക് സർക്യൂട്ട് ഡിസൈൻ S3 EC ബാർ AE അതുപോലെ ലോജിക് സിസ്റ്റം ഡിസൈൻ S3 CS ബാർ IT സ്റ്റുഡൻസിൻ്റെ KTU 2019 സ്കീമിൽ സിലബസിനോട് ചേർന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ KMAP സിംപ്ലിഫിക്കേഷനിൽ 2 പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓൾറെഡി KMAPൻ്റെ 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ സോൾവ് ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് സംസ് അതുപോലെ സം ഓഫ് പ്രോഡക്റ്റ് ഡിഫറെൻറ്റ് കേസസ് വരുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡ്യൂസ് ദ ഫോളോയിങ് ബൂളിയൻ ഫംഗ്ഷൻ യൂസിങ് KMAP ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ സിംപ്ലിഫൈഡ് ഫംഗ്ഷൻ യൂസിങ് ലോജിക് ഗേറ്റ്സ്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, സിഗ്മ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇതിനെ KMAP വെച്ച് സിംപ്ലിഫൈ ചെയ്യണം, എന്നിട്ട് അതിനെ ലോജിക് ഗേറ്റ്സ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. 7 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഇതിൻ്റെ പ്രൊസീജിയർ, KMAP സിംപ്ലിഫിക്കേഷൻ്റെ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് 1-ലും 2-ലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് വാച്ച് ചെയ്യുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് ഫസ്റ്റ് നോക്കുക, വേരിയബിൾ നോക്കുക. മാക്സിമം വരുന്നത് 14 വരെയാണ്. അപ്പോൾ 14 എന്ന് പറയുമ്പോഴത്തേക്ക് വി നീഡ് 4 വേരിയബിൾ KMAP ആണ് യൂസ് ചെയ്യേണ്ടത്. 4 വേരിയബിൾ KMAP ഡ്രോ ചെയ്യുക. ക്വസ്റ്റിനകത്ത് സം ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ ABCD ആണ് വേരിയബിൾസ് തന്നിരിക്കുന്നത്. ഇവിടെ ABCD മാർക്ക് ചെയ്യുക. ഇതിൻ്റെ സെൽ വാല്യൂ വരുന്നത് 0 0 0 1 1 0 1 1. ഹിയർ ഓൾസോ 0 0 0 1 1 0 1 1. ഗ്രേ കോഡ് രീതിയിലാണ് അതിനകത്ത് വാല്യൂസ് വരുന്നത്. സെൽ വാല്യൂസ് 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇങ്ങനെയാണ് സെൽ വാല്യൂസ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസ് വാച്ച് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ കേസിൽ വേരിയബിൾസ് എയും ബിയും ആണ്. 0 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് A ബാർ B ബാർ. 0 1 റെപ്രസെൻറ്റ്സ് A ബാർ B. 1 1 റെപ്രസെൻറ്റ്സ് AB. 1 0 റെപ്രസെൻറ്റ്സ് A B ബാർ. സിമിലർലി ഇതിൻ്റെ കേസിലും 0 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ C ബാർ D ബാർ ആയിരിക്കും. കാരണം ഇവിടെ വേരിയബിൾ CD ആണ്. ഇത് C ബാർ D, ദിസ് ഈസ് CD ആൻഡ് 1 0 റെപ്രസെൻറ്റ്സ് CD ബാർ. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് അങ്ങ് എഴുതുക. ഇനി ഈ തന്നിരിക്കുന്നത് സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. സിഗ്മ തരുവാണെങ്കിൽ സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ വാല്യൂസ് നമ്മളവിടെ 1 ആയിട്ടാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 0 1 2 3 എന്ന് പറഞ്ഞാൽ ഈ സെൽ വാല്യൂസ് ആണ്. ഇപ്പോൾ 0 കറസ്പോണ്ടിങ് ആയിട്ട് സം ഓഫ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മളവിടെ 1 എൻട്രി ചെയ്യും. നെക്സ്റ്റ് സെൽ 1-ലും 1 എൻട്രി ചെയ്യുക. 4-ൽ 1 എൻട്രി ചെയ്യുക. 5-ൽ 1 എൻട്രി ചെയ്യുക. 6-ൽ 1 എൻട്രി ചെയ്യുക. പിന്നെ 8 ആണ്. 8-ൽ 1 എൻട്രി ചെയ്തു. 9-ൽ 1 എൻട്രി ചെയ്തു. 10-ൽ 1 എൻട്രി ചെയ്തു. 12-ൽ 1 എൻട്രി ചെയ്തു. 13-ൽ 1 എൻട്രി ചെയ്തു. 14-ൽ 1 എൻട്രി ചെയ്തു. അപ്പം ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ വാല്യൂസ് വരുന്നത്. നമ്മൾ കറസ്പോണ്ടിങ് സെൽസിൽ 1 എൻട്രി ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. സം ഓഫ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വൺസ് ആയിരിക്കും ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മാക്സിമം 8 4 2 ആ രീതിയിലായിരിക്കും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. കാരണം ഇവിടെ 4 വേരിയബിൾ KMAP ആയതുകൊണ്ട്. അപ്പോൾ നോക്കുക, മാക്സിമം വരുന്നത് 8. നമുക്ക് ഈ ഒരു ഇതിന് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഒരു 8 ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഈ 8 എണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ എഴുതണം. ദാറ്റ് ഈസ് F of ABCD ഈക്വൽ ടു. ഇതിൻ്റെ കേസിൽ ഈ സൈഡ് നോക്കുക. അപ്പോൾ ഇതിനകത്തെല്ലാം ഡിഫറൻ്റ് ആണ്. നമ്മൾ ഹൊറിസോണ്ടലി CD നോക്കുമ്പോഴത്തേക്ക് അവിടെ കോമൺ ആയിട്ട് വരുന്നത് C ബാർ ആണ്. ഇത് രണ്ടും കൂടെ നോക്കുമ്പോഴത്തേക്ക് 0 ആണ് കോമൺ ആയിട്ട് വരുന്നത്. 0 കറസ്പോണ്ട്സ് ടു C ബാർ ആണ്. ഈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാം ഡിഫറൻ്റ് ആണ്, ഗ്രൂപ്പ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും? C ബാർ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. C ബാർ എഴുതുക പ്ലസ്. ഇനി ഗ്രൂപ്പ് ചെയ്യേണ്ടത് ഈ വൺസ് ഗ്രൂപ്പ് ചെയ്യണം. അതിന് വേണ്ടി 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുക. അപ്പം ഈ 2-ഉം
ഈ 2 കൂടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ. ഈ 2 കൂടെ ആകുമ്പോഴത്തേക്ക് 4 ആവും. അത് ഗ്രൂപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ പൊസിഷൻ നോക്കുക. ഇതിൻ്റെ കേസിൽ കോമൺ ആയിട്ട് വരുന്നത് 1 ആണ്. 1 കറസ്പോണ്ട്സ് ടു ബി ആണ്. ഇനി അതുപോലെ ഈ സെല്ലും കൂടെ നോക്കുമ്പോഴത്തേക്ക് അവിടെ കോമൺ ആയിട്ട് വരുന്നത് ഡി ബാർ ആണ്. 0 ആണ്. 0 കറസ്പോണ്ട്സ് ടു ഡി ബാർ ആണ്. നമുക്ക് എന്ത് കിട്ടും? ബി ഡി ബാർ എന്ന് കിട്ടും. ഈ 4 വൺസ് ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പൊസിഷൻ നോക്കുക. ഇതിൻ്റെ കേസിൽ കോമൺ ആയിട്ട് വരുന്നത് 1 ആണ്. 1 കറസ്പോണ്ട്സ് ടു ഇതിൻ്റെ കേസിൽ ബി ആണ്. ഇനി ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഈ സൈഡിൽ 0 0 1 0 ആണ്. അപ്പോൾ 0 ആണ് കോമൺ ആയിട്ട് വരുന്നത്. 0 കറസ്പോണ്ട്സ് ടു ഡി ബാർ ആണ്. പ്ലസ് ഇനി ഈ 1 കൂടെ ഉണ്ട്. അപ്പോൾ മാക്സിമം വരുന്ന രീതിയിൽ ഗ്രൂപ്പ് ചെയ്യുക. അപ്പം കുറച്ചും കൂടെ സിംപ്ലിഫൈ ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടും. ഇപ്പോൾ ഈ 2 ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ മാക്സിമം വരുന്ന രീതിയിൽ ഗ്രൂപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ 2ഉം ഈ 2 വൺസും കൂടെ ആകുമ്പോഴത്തേക്ക് അഗെയിൻ 4 ആവും. അപ്പം ഇവിടെ ഈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വരുന്നത് 1 ആണ്. ദാറ്റ് ഈസ് എ ആണ്. അതുപോലെ ഇതിൻ്റെ കേസിൽ ഈ സൈഡിൽ സി ബാർ ഡി ബാറും സി ഡി ബാറും ആണ്. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് വരുന്നത് ഡി ബാർ ആണ് അല്ലേ. ഇവിടെ സിയുടെ കേസിൽ ഇവിടെ 0 ഇവിടെ 1 ആണ്. ഡിയുടെ കേസിൽ രണ്ടും ഡി ബാർ ആണ്. സോ എ ഡി ബാർ എന്ന് വരും. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻസ് വരുന്നത്. നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം സെൽസിനെ ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടുത്തെ എക്സ്പ്രഷൻസ് കുറഞ്ഞു വരും. പിന്നെ നമുക്ക് ഇവിടെ ഇത് ഗ്രൂപ്പ് ചെയ്യുകയായിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് 3 വേരിയബിൾസ് വരുമായിരുന്നു. നമ്മളിവിടെ 4 വെച്ച് ഗ്രൂപ്പ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ മിനിമൈസേഷൻ കുറഞ്ഞത്. എപ്പോഴും നമ്മൾ കെ മാപ്പ് യൂസ് ചെയ്യുന്നത് മിനിമം നമ്പർ ഓഫ് ഗേറ്റ് വെച്ച് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് സി ബാർ പ്ലസ് ബി ഡി ബാർ പ്ലസ് എ ഡി ബാർ ആണ്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്ത് അത് ഡ്രോ ചെയ്യണം. വരുമ്പോഴത്തേക്ക് ഏതൊക്കെ വേരിയബിൾസ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ വേരിയബിൾസ് വരുന്നത് എ വരുന്നുണ്ട്, എക്സ്പ്രഷനകത്ത് ബി വരുന്നുണ്ട്, ദെൻ സി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ എയുടെ ഇൻപുട്ട് എടുക്കുക, അതിനെ നോട്ട് ചെയ്തും കൂടെ വരയ്ക്കുക. നെക്സ്റ്റ് ബി എടുക്കുക, ബിനെയും കൂടെ നോട്ട് ചെയ്ത് വരയ്ക്കുക. സി എടുക്കുക, സിനെയും കൂടെ നോട്ട് ചെയ്യുക. ഡി എടുക്കുക, ഡിനെയും കൂടെ നോട്ട് ചെയ്യുക. ഇനി ഫസ്റ്റ് സി ബാർ ആണ്. ഇതാണ് സി ബാർ. സിയെ നോട്ട് ചെയ്യുന്ന സി ബാർ. ഇതാണ് സി ബാർ. ഇനി നെക്സ്റ്റ് എടുക്കേണ്ടത് ബി ഡി ബാർ ആണ്. ഇതിൻ്റെ കേസിൽ ബി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ബി, ഡി ബാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും. ഓക്കെ. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്തുണ്ട്? എ ഡി ബാർ ഉണ്ട്. എ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോയിന്റ് ആണ്, ഡി ബാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോയിന്റ് ആണ്. എഗെയിൻ അത് രണ്ടും കൂടെ നാൻഡ് ചെയ്യുക. ഇത് 3ഉം കൂടെ ഓർ ചെയ്യുക, ആഡ് ചെയ്യുക. ഇതായിരിക്കും നമ്മളുടെ എഫ് ഓഫ് എ ബി സി ഡി എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫുൾ സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ആ കെ മാപ്പ് 4 വേരിയബിൾ കെ മാപ്പ് കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കുക. അതിനുശേഷം സിഗ്മ ആണെങ്കിൽ 1 എൻ്റർ ചെയ്യുക, എന്നിട്ട് 1 ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ഗ്രൂപ്പ് ചെയ്യുന്ന രീതിയിൽ എടുക്കണം വാല്യൂസ്. സം ഓഫ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് 1 ആയിരിക്കും ഗ്രൂപ്പ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഓഫ് സംസിൻ്റെ പ്രോബ്ലംസ് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, അത് വാച്ച് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോജിക് സർക്യൂട്ട് ഡിസൈൻ S3 EC ബാർ എയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കെ മാപ്പ് ലോജിക് സിസ്റ്റം ഡിസൈൻ S3 CS ബാർ IT സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് വർക്കൗട്ട് ചെയ്യാം. CST 203 ലോജിക് സിസ്റ്റം ഡിസൈൻ അതിൻ്റെയും പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോർ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യൂസിങ് കെ മാപ്പ് സിംപ്ലിഫൈ ദ ബൂളിയൻ ഫംഗ്ഷൻ ഇൻ സം ഓഫ് പ്രൊഡക്റ്റ് ഫോം യൂസിങ് ഡോൺ കെയർ കണ്ടീഷൻസ് ഡി. 10 മാർക്സിന് എസ് എ ക്വസ്റ്റ്യൻ ആണ് മോഡ്യൂൾ 2 ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇവിടെ തന്നിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് WXYZ ആണ്. ഓക്കെ, ഓർത്തോണം, WXYZ. അപ്പോൾ ഈ എക്സ്പ്രഷൻ ആണെങ്കിൽ തന്നിരിക്കുന്നത് എഫ് ഓഫ് WXYZ ഈക്വൽ ടു. അപ്പോൾ ഇതിനെയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാൻ എക്സ്പ്രഷൻ ഇവിടെ അങ്ങ് എഴുതാം. W'(X'(Y) പ്ലസ് X'(Y' പ്ലസ് XYZ പ്ലസ്
എക്സ് ഡാഷ് ഇസഡ് ഡാഷ് ഇൻറ്റു വൈ പ്ലസ് ഡബ്ല്യു. ഇതിന് നമ്മൾ ഡബ്ല്യു എക്സ് വൈ ഇസഡ് ആ ഫോമിൽ തന്നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പോൾ എളുപ്പമുണ്ട്. നമ്മൾ സാധാരണ എടുക്കുന്നത് എ ബി സി ഡി അല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ ക്വസ്റ്റിനകത്ത് ഡബ്ല്യു എക്സ് വൈ ഇസഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഡബ്ല്യു എക്സ് വൈ ഇസഡ് ഫോമിൽ തന്നെ എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് വൈ പ്ലസ് അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് വൈ ഡാഷ് പ്ലസ് നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് ഡബ്ല്യു ഡാഷ് എക്സ് വൈ ഇസഡ്. അപ്പോൾ ഡബ്ല്യു എക്സ് വൈ ഇസഡ് ഓർഡറിൽ അങ്ങ് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പ്ലസ് എക്സ് ഡാഷ് വൈ ഇസഡ് ഡാഷ് എന്ന് കൊടുക്കുക ആ ഓർഡറിൽ എക്സ് ഡാഷ് വൈ ഇസഡ് ഡാഷ് പ്ലസ് നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് ഡബ്ല്യു എക്സ് ഡാഷ് ഇസഡ് ഡാഷ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് എക്സ്പ്രഷൻ ഡോൺ കെയറിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. ഡി അതും ഡബ്ല്യു എക്സ് വൈ ഇസഡ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഡബ്ല്യു ഡാഷ് എക്സ് വൈ ഡാഷ് ഇസഡ് പ്ലസ് ഡബ്ല്യു ഡാഷ് എക്സ് വൈ ഇസഡ് ഡാഷ് പ്ലസ് ഡബ്ല്യു വൈ ഇസഡ് എന്ന് വരും. ഡോൺ കെയറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതും ഈ ഡബ്ല്യു എക്സ് വൈ ഇസഡ് ഓർഡറിൽ എഴുതി. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് 4 വേരിയബിൾസ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെയും 4 വേരിയബിൾ കെ മാപ്പ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. 4 വേരിയബിൾ കെ മാപ്പ് ഡ്രോ ചെയ്യുക. ഇവിടുത്തെ വേരിയബിൾ ഇവിടെ ഡബ്ല്യു എക്സ് വൈ ഇസഡ് എന്ന് കൊടുത്തു. ഇതും സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. നമുക്ക് എഴുതേണ്ടത് 0 0 0 1 1 0 1 1. ഹിയർ ഓൾസോ 0 0 0 1 1 0 1 1. സെൽ വാല്യൂസ് 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അതുപോലെ ഇതിന് നമ്മൾ വേരിയബിൾസ് എഴുതുമ്പോഴത്തേക്ക് ദിസ് കറസ്പോണ്ട്സ് ടു യു ഡാഷ് എക്സ് ഡാഷ്, ദിസ് ഈസ് ഡബ്ല്യു ഡാഷ് എക്സ്, ഡബ്ല്യു എക്സ്, ഡബ്ല്യു എക്സ് ഡാഷ്. ഇത് വരുമ്പോഴത്തേക്ക് വൈ ഡാഷ് ഇസഡ് ഡാഷ്, ദിസ് ഈസ് വൈ ഡാഷ് ഇസഡ്, ദിസ് ഈസ് വൈ ഇസഡ്, ദിസ് ഈസ് വൈ ഇസഡ് ഡാഷ്. അപ്പം അത്രയും എഴുതുക. ഇനി ഇതിനകത്ത് നോക്കുക, നമ്മൾ ഈ വേരിയബിൾസ് ഇവിടെ എൻ്റർ ചെയ്യണം. വേരിയബിൾസ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നോക്കുക, നമ്മൾ എടുക്കുന്നത് ഡബ്ല്യു എക്സ് വൈ ഇസഡ് ആണ്. അപ്പോൾ ഡബ്ല്യു എക്സ് ഒരു പെയറും വൈ ഇസഡ് ആ രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് വൈ ആണ്. അപ്പം ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സെൽസാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വൈ വരുന്നത് നോക്കുക. അപ്പോൾ വൈ വരുന്നത് ഇതിൻ്റെ കേസിൽ ഇവിടെയും വരാം ഇവിടെയും വരാം. ഓക്കെ, അപ്പോൾ അതിന് കോമൺ ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 2 സെല്ലായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഇടുന്നത്? ഫസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് വൈ ആണ്. അപ്പോൾ ഇതിനകത്ത് ഡബ്ല്യു എക്സ് നോക്കുക. ഡബ്ല്യു എക്സ് വരുന്നത് നമ്മൾ ഈ സൈഡിലാണ്. അപ്പോൾ ഇതിനകത്ത് ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സെൽസ് ആണ് വരുന്നത്. ഇനി വൈ വരുന്ന ഏരിയ നോക്കുക. ഇതിനകത്ത് ഇവിടെ വൈ വരുന്നുണ്ട്, ഇവിടെയും വൈ വരുന്നുണ്ട്. ഇപ്പുറത്തെ സെല്ല് വരുമ്പോഴത്തേക്ക് ഇവിടെ വൈ ബാറാണ്. രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഈ 2 സെല്ലായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് വൈ ഡാഷ് ആണ്. അപ്പം നമ്മൾ ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് നോക്കും. അപ്പോഴേക്ക് ഈ ഒരു സെല്ലാണ്. അതിൽ വൈ ഡാഷ് കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ 2 വൈ ഡാഷ് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 കോമൺ ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 2 സെല്ലായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് ഡബ്ല്യു ഡാഷ് എക്സ് വൈ ഇസഡ് ആണ്. അപ്പോൾ ഡബ്ല്യു ഡാഷ് എക്സ് നോക്കുക. ഈ സൈഡിലാണല്ലോ ഡബ്ല്യു എക്സ് വേരിയബിൾ വരുന്നത്. അപ്പോൾ ഡബ്ല്യു ഡാഷ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇത്രയും സെൽസ് ആണ് വരുന്നത്. ഇനി വൈ ഇസഡ് വരുന്ന എവിടെയാണ്? ഈ സെല്ലാണ്. രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഏരിയ ഏതായിരിക്കും? ഈ ഒരു സെല്ലായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഡബ്ല്യു ഡാഷ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഡബ്ല്യു ഡാഷ് എക്സിൻ്റെ ഏരിയയാണ്. ഇനി വൈ ഇസഡ് ഇപ്പം രണ്ടും കൂടെ കോമൺ വരുന്ന ഏരിയയാണ് നമ്മളുടെ 1 ഇടുന്നത്. ഇനി ഇതിനകത്ത് വൈ ഇസഡ് വരുന്നത് ഈ സെല്ലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കോമൺ ആയിട്ട് വരുന്നത് ഈ 1 ആണ്. നമ്മളിത് എൻ്റർ ചെയ്ത് ഇനി നെക്സ്റ്റ് എൻ്റർ ചെയ്യേണ്ടത് എക്സ് ഡാഷ് വൈ ഇസഡ് ഡാഷ് ആണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വൈ ഇസഡ് ആണ് ഒരു പെയറായിട്ട് എടുക്കുന്നത്. ഡബ്ല്യു എക്സ് ഒരു പെയറും വൈ ഇസഡ് ഒരു പെയറുമാണ്. അപ്പോൾ ഇവിടെ എക്സ് ഡാഷ് വൈ ഇസഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, വൈ ഇസഡ് ഡാഷ് സെല്ല് നോക്കും. വൈ ഇസഡ് ഡാഷ് സെല്ല് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ വൈ ഇസഡ് ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെൽസ് ആണ് വരുന്നത്. ഇനി എക്സ് ഡാഷ് വരുന്നത് നോക്കുക. അപ്പോൾ എക്സ് ഡാഷ് വരുന്നത് ഈ രണ്ട് സെൽസിലാണ് എക്സ് ഡാഷ് വരുന്നത്. വൈ ഇസഡ് ഡാഷ് വരുന്നത് ഈ എല്ലാ സെൽസിലും വരും. പിന്നെ എക്സ് ഡാഷ് വരുന്നത് ഈ ഇവിടെ എക്സ് ഡാഷ് ഉണ്ട്, ഇവിടെ എക്സ് ഡാഷ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സെല്ലാണ് കോമൺ ആയിട്ട് വരുന്നത്. ഓൾറെഡി ഇവിടെ 1 വന്നിട്ടുണ്ട്, നമ്മൾ ഇവിടെ 1 എൻ്റർ ചെയ്യും. ഇനി ലാസ്റ്റ് വരുന്നത് ഡബ്ല്യു എക്സ് ഡാഷ് ഇസഡ് ഡാഷ് ആണ്. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഈ ഡബ്ല്യു എക്സ് ഒരു ഇതായിട്ട് എടുക്കും അല്ലേ, ഡബ്ല്യു എക്സ്. ഇപ്പം ഡബ്ല്യു എക്സ് ഡാഷ് നോക്കുക. ഡബ്ല്യു എക്സ് ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എല്ലാ സെൽസും ഡബ്ല്യു എക്സ് ഡാഷ് ആണ്. ഇനി എന്ത് വേണം, ഇസഡ് ഡാഷ് വേണം. അതിനകത്ത് ഇസഡ് ഡാഷ് നോക്കുക, ഏതൊക്കെയാണ് ഇസഡ് ഡാഷ് വരുന്നത് എന്നുള്ളത്. അപ്പം ഇസഡ് ഡാഷ് വരുന്നത് ഈ ഫസ്റ്റും ലാസ്റ്റും ഉള്ളു. ഇവിടെ എല്ലാം ഇസഡാണ് വരുന്നത്. രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ളത്, അതായത് ഡബ്ല്യു എക്സ് ഡാഷിനും ഇസഡ് ഡാഷിനും കോമൺ ആയിട്ട് വരുന്ന സെൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെല്ലും ഓൾറെഡി ഈ സെല്ലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇടും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെ എല്ലാം വാല്യൂസ് നമ്മൾ കെ മാപ്പിൽ എൻ്റർ ചെയ്ത് ഇനി എന്ത് ചെയ്യണം, ഡോൺ കെയേഴ്സ് എൻ്റർ ചെയ്യണം. അപ്പോൾ ഡോൺ കെയേഴ്സ് ഫസ്റ്റ് വരുന്നത് ഡബ്ല്യു ഡാഷ് എക്സ് ആണ്. അപ്പോൾ ഡബ്ല്യു ഡാഷ് എക്സ് ഈ സെല്ലാണ് വരുന്നത്. ഇനി വൈ ഡാഷ് ഇസഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഡോൺ കെയർ ആയതുകൊണ്ട് നമ്മൾ എക്സ് ഇടും. മനസ്സിലായോ? ഇവിടെ ഇതിൻ്റെയാണ് നമ്മൾ എഴുതുന്നത്. ഡബ്ല്യു ഡാഷ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാ സെല്ലും വരും. ഇനി വൈ ഡാഷ് ഇസഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് കോമൺ ആയിട്ടുള്ളത് ഡോൺ കെയർ ആൻഡ് എക്സ് ഇട്ട്. ഇനി നെക്സ്റ്റ് ഡബ്ല്യു ഡാഷ് എക്സ് വൈ ഇസഡ് ഡാഷ് ആണ്. അപ്പോൾ ഡബ്ല്യു ഡാഷ് എക്സ് നോക്കുക. ഡബ്ല്യു ഡാഷ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെല്ലാണ് വരുന്നത്. ഇനി വൈ ഇസഡ് ഡാഷ്, ഇപ്പോൾ വൈ ഇസഡ് ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് അല്ലേ, വൈ ഇസഡ് ഡാഷ്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കേസിൽ എന്ത് വരും, ഡബ്ല്യു ഡാഷ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെല്ല് വരും, വൈ ഇസഡ് ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെല്ല് വരും. അപ്പോൾ അത് നമ്മൾ ക്രോസ് ഇട്ട് ഇതിൻ്റെ എഴുതി. ഇനി ലാസ്റ്റ് ഡബ്ല്യു വൈ ഇസഡ്. ഇപ്പോൾ വൈ ഇസഡ് നോക്കുക. വൈ ഇസഡ് വരുന്നത് ഈ സെൽസിലാണ് വൈ ഇസഡ് വരുന്നത്. ഡബ്ല്യു വരുന്നത് ഈ സൈഡിൽ നോക്കുക. ഇത് രണ്ടും ഡബ്ല്യു വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കേസിൽ വൈ ഇസഡ് ഈ സെൽസാണ്, ഡബ്ല്യു വരുന്നത് ഈ രണ്ട് സെൽസാണ്. അപ്പോൾ ഇവിടെ രണ്ടും നമ്മൾ ക്രോസ് ഇടുക. ഇതായിരിക്കും അതിൻ്റെ കെ മാപ്പ് വരുന്നത്. ഇനി സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി മാക്സിമം വൺസ് ഗ്രൂപ്പ് ചെയ്യുക. ഇതിനകത്ത് മാക്സിമം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 വൺസ് 4ൻ്റെയാണ് വരുന്നത്. ഇത് 4 ഗ്രൂപ്പ് ചെയ്യാം, ഈ 4 ഗ്രൂപ്പ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ എഫ് ഓഫ് ഡബ്ല്യു എക്സ് വൈ ഇസഡ് ഈക്വൽ ടു, ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് ആണ്. ഇവിടെ കോമൺ ആയിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് ആയിരിക്കും പ്ലസ്. ഇനി അടുത്ത ഗ്രൂപ്പിംഗ് നോക്കുക. ഇവിടെ ഈ 4 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും അല്ലേ, ഈ 4 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 4 ഗ്രൂപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ ഈ സൈഡ് നോക്കുമ്പോഴത്തേക്ക് കോമൺ ആയിട്ടുള്ളത് ഡബ്ല്യു ഡാഷ് ആണ്. ഇവിടെ കോമൺ ആയിട്ട് ഉള്ളത് ഇസഡ് ആണ്. ഡബ്ല്യു ഡാഷ് ഇസഡ് ആയിരിക്കും അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് പ്ലസ്. ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഈ 2 വൺസ് ഉണ്ട്. അപ്പോഴത്തേക്ക് മാക്സിമം വരുമ്പോഴത്തേക്ക് ഈ കോർണറിൽ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. ഈ 4 വൺസ് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോഴത്തേക്ക് എല്ലാം ഗ്രൂപ്പ്ഡായി. അപ്പോൾ ഇതിൻ്റെ കേസിൽ നോക്കേണ്ടത് ഈ സൈഡിൽ നോക്കുക. ഈ സൈഡിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വരുന്നത്, ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഇസഡ് ഡാഷ് ആണ് അല്ലേ. ഇവിടെ വൈ ഡാഷ് ഇസഡ് ഡാഷ് വൈ ഇസഡ് ഡാഷ്. അപ്പോൾ ഇവിടെ ഇസഡ് ഡാഷാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ കേസിൽ കോമൺ ആയിട്ട് വരുന്നത് എക്സ് ഡാഷ് ആണ്. ഓക്കെ, ഈ സെല്ലും കൂടെ നോക്കുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് വരുന്നത് 0 ആണ്, ദാറ്റ് ഈസ് എക്സ് ഡാഷ് ആണ്. അപ്പോൾ സോ എക്സ് ഡാഷ് ഇതിൻ്റെ കേസിൽ ഇസഡ് ഡാഷ് വരും. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് ഡബ്ല്യു എക്സ് വൈ ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് പ്ലസ് ഡബ്ല്യു ഡാഷ് ഇസഡ് പ്ലസ് എക്സ് ഡാഷ് ഇസഡ് ഡാഷ്. ഇതായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഇതിനകത്ത് മിനിമൈസ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ ഈ തന്നിരിക്കുന്ന വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ ഡബ്ല്യു എക്സ് വൈ ഇസഡ് ആ ഓർഡറിൽ ഓർക്കുക. അതിനുശേഷം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ഓർഡറിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, അപ്പോൾ എളുപ്പമായിരിക്കും. അതിനുശേഷം കെ മാപ്പ് ഡ്രോ ചെയ്യണം. കെ മാപ്പ് ഡ്രോ ചെയ്തതിന് ശേഷം വേരിയബിൾസ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇപ്പം
ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് പൈ ആണെങ്കിൽ നമ്മൾ ഡബ്ല്യു എക്സ് ആണ് ഒരു പെയറായിട്ട് വരുന്നത്. അപ്പം ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് നോക്കുക, ഇവിടെ ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് നോക്കുക. ഡബ്ല്യു ഡാഷ് എക്സ് ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എല്ലാ സെൽസും വരും. പിന്നെ വരുന്ന വൈ ആണ്. വൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന വൈ വരുന്ന സെല്ല് നോക്കുക. അപ്പോൾ അവിടെ 2 എണ്ണത്തിലേ വൈ വരത്തുള്ളൂ. അപ്പോൾ ഈ സെല്ല് ഫുള്ള് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയെ വരത്തുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന സെല്ല് 2 എണ്ണം ആയിരിക്കും. അങ്ങനെ ആയിരിക്കും നമ്മളത് എൻ്റർ ചെയ്യുന്നത്. ഏതാണെങ്കിലും അങ്ങനെ തന്നെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നും കറസ്പോണ്ടിങ് എൻ്റർ ചെയ്യുക. ഡോൺ കെയർസിന് എക്സ് വെച്ച് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഡോൺ കെയർ എന്ന് വെച്ചാൽ അത് 0ഉം 1ഉം ആകാം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതനുസരിച്ച് അതിനെ 1 ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ അതിനകത്ത് മാക്സിമം വരുന്ന രീതിയിൽ ഗ്രൂപ്പ് ചെയ്യുക. ആദ്യമേ 8 ഉണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ കേസിൽ 8 ഒന്നുമില്ല. പിന്നെ 4 ഗ്രൂപ്പ് ചെയ്തു, പിന്നെ അടുത്ത 4 ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ ആ 4 ഗ്രൂപ്പ് ചെയ്യുമ്പോഴും മാക്സിമം 1s വരുന്ന രീതിയിൽ, നോൺ കെയർസ് അല്ല, മാക്സിമം 1s വരുന്ന രീതിയിൽ ഗ്രൂപ്പ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇവിടെ 2 1 ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് 2 ആയിട്ടും ഗ്രൂപ്പ് ചെയ്യാം. നോക്കണം ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ, മാക്സിമം വെച്ച് ഗ്രൂപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്നിടത്ത് ഇവിടെ 4 1s ഉണ്ട്. അപ്പോൾ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അങ്ങനെ 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാക്സിമം വെച്ച് ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ എക്സ്പ്രഷൻ ഒന്നും കൂടെ മിനിമൈസ് ചെയ്യും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ മാക്സിമം ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മിനിമം ഗേറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഡിസൈൻ മിനിമലായിരിക്കണം ഡിസൈൻ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തുള്ള കാര്യം വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ സെൽസും ഐഡൻറ്റിഫൈ ചെയ്യുക. മെത്തേഡ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തുള്ള പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കെ മാപ്പിൽ നിന്ന് എന്തായാലും ഒരു എസ്എ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും കാണും. KTUവിൻ്റെ 2019 സ്കീം CS-ൻ്റെ സ്റ്റുഡൻസിനും അതുപോലെ EC ബാർ AE സ്റ്റുഡൻസിനും അതിൻ്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ഡിസൈൻസിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാച്ച് ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പ് പ്രോബ്ലംസും നമുക്ക് വെച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിലും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.